നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മുസ്ലിങ്ങളൊക്കെ പഞ്ചറൊട്ടിക്കുന്നവരാണെന്ന തരത്തിൽ ഒരു പരാമർശം നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഈ പരാമർശം നടത്തിയത് മറ്റാരുമല്ല, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തന്നെയാണ്. ഹരിയാനയിലെ ഹിസാറിൽ നടന്ന പൊതുപരിപാടിക്കിടെയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഈ പരാമർശം നടത്തിയത്. വഖഫ് സ്വത്തുക്കൾ കൃത്യമായി ഉപയോഗിച്ചിരുന്നെങ്കിൽ മുസ്ലിം യുവാക്കൾക്ക് പഞ്ചറുകൾ നന്നാക്കി ഉപജീവനം നടത്തേണ്ടി വരില്ലായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം. വഖഫ് സ്വത്തുക്കളിൽ പ്രയോജനമുണ്ടാക്കിയത് ഭൂമാഫിയകളാണ്. ഈ മാഫിയ ദളിത്, പിന്നോക്ക വിഭാഗങ്ങൾ, വിധവകൾ എന്നിവരുടെ ഭൂമികൾ കൊള്ളയടിക്കുകയായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഭേദഗതി നടത്തിയ വഖഫ് നിയമത്തിലൂടെ പാവപ്പെട്ടവരെ കൊള്ളയടിക്കുന്നത് അവസാനിപ്പിക്കുമെന്നും പുതിയ വഖഫ് നിയമപ്രകാരം ഏതെങ്കിലും ആദിവാസിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയോ സ്വത്തോ വഖഫ് ബോർഡിന് സ്വന്തമാക്കാൻ കഴിയില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കും. ഇതാണ് യഥാർത്ഥ സാമൂഹിക നീതിയെന്നും നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. അതേസമയം ഇതിനെതിരെ ശക്തമായ വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് പ്രധാനമന്ത്രിക്ക് യോജിച്ചതല്ലെന്നാണ് കോൺഗ്രസ് MP ഇമ്രാൻ പ്രതാപ് ഗാർഗി വിമർശിച്ചത്. മോദി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയാണെന്നും അധിക്ഷേപ ട്രോളുകൾ പറയുന്നതിനു മുൻപ് അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേറ്റയും പറഞ്ഞു. പാവപ്പെട്ട ഹിന്ദുക്കളുടെ നില മെച്ചപ്പെടുത്താൻ ക്ഷേത്രഭൂമി ഉപയോഗിച്ചോ എന്നാണ് സമാജ്വാദി പാർട്ടി നേതാവ് അബു അസ്മി ചോദിച്ചത്. RSS അതിന്റെ വിഭവങ്ങൾ രാജ്യതാൽപര്യത്തിനായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രിക്ക് കുട്ടിക്കാലത്ത് ചായ വിൽക്കേണ്ടി വരില്ലായിരുന്നുവെന്ന് AIMIM അധ്യക്ഷൻ അസദുദ്ദീൻ ഒവൈസിയും പരിഹസിച്ചു. BJP അധികാരത്തിലിരുന്ന 11 വർഷത്തിനിടെ പ്രധാനമന്ത്രി ഹിന്ദുക്കളിലെയും മുസ്ലിങ്ങളിലെയും ദരിദ്രർക്കു വേണ്ടി എന്താണ് ചെയ്തതെന്നും ഒവൈസി ചോദിച്ചു.